ഇങ്ങനെ ഒരു യോഗത്തിൽ പ്രസംഗിക്കേണ്ട കാര്യമല്ലേ? പ്രത്യേകിച്ച് അങ്ങനെ തോന്നാൻ. എന്നാലും ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഇത് കണ്ടില്ലെന്ന് നടിക്കാനാവും? നിങ്ങൾ അതിന് കാര്യം എന്താന്ന് വെച്ചാ പറ. KSRTC ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ പേരൊന്നും ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ പോലൊരു യോഗത്തിൽ. അത്ര നികൃഷ്ടനായ ഒരാൾ. ഇനിയിപ്പോ തുടങ്ങും വെടിക്കെട്ട്. അവരെ സംബന്ധിച്ചുള്ള കേസുകൾ, ആ കേസുകളും അത്തരത്തിലുള്ളത്. അങ്ങനെയെല്ലാമുള്ള ഒരു അഖില ലോക അലവലാതി. റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കുന്നു. ഇതൊക്കെ എന്തോന്ന് മോനെ. ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾ തിരുവനന്തപുരം മേയറായി, ഒരാൾ MLA ആയി. ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ അടിച്ചവന്റെ കണ്ണു പൊട്ടിച്ചിട്ടുണ്ടാവും. ഈ പക്വത ഉള്ളതുകൊണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. മനുഷ്യൻ എന്ന പദത്തിന് അർഹതയില്ലാത്ത ഈ ആളെ സ്റ്റുഡിയോയിൽ ക്ഷണിച്ചു വരുത്തി അയാളുടെ പ്രസംഗത്തിന് ചാനൽ മുറി വിട്ടുകൊടുക്കുകയാണ്. അല്ലേ കലിപ്പ് തീരണില്ലല്ലേ? മറ്റൊരു കലാകാരി, അവരേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല. അവർ പറയുന്നു, ഇവരിൽ നിന്നും ഇതേ അനുഭവം എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഏത് കൊടും കുറ്റവാളിക്കും, ഏതു നീചനും വീരപരിവേഷം കിട്ടാൻ ഇടതുപക്ഷത്തെ 4 തെറി പറഞ്ഞാൽ മതി. അതെ.